ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയിരുന്നോ? ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ടോ? ജിൽസി, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യം ഏതാണ്ട് 100ഓളം വരുന്ന പ്രവർത്തകർ സമാധാനപരമായി ഇവിടേക്ക് വരികയായിരുന്നു. അതിനുശേഷം മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള VM സുധീരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. VM സുധീരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത മടങ്ങിപ്പോയതിനു ശേഷം ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് DGP ഓഫീസിലേക്ക് പോകാൻ ശ്രമിച്ചത്. അത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായത്. ജബീൻ മേത്തർ MPയുടെ നേതൃത്വത്തിലാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബാരിക്കേഡ് മറികടന്ന് പോകാൻ ശ്രമിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഷീൽഡ് അടക്കമുള്ളവ നശിപ്പിക്കാൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ വിസിൽ കോള് മഹിളാ കോൺഗ്രസ് പ്രവർത്തക വലിച്ചു പൊട്ടിക്കുന്നതും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ പ്രതിഷേധക്കാർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ജബീൻ മേത്തർ MP അടക്കമുള്ളവർ ഇപ്പോൾ ഈ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. പൂർണ്ണമായിട്ടും റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ പ്രതിയെ വെറുതെ വിട്ടത് പോലീസിന്റെ വീഴ്ചയാണ്. പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്രതിക്ക് എല്ലാ സഹായങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നുള്ള ആരോപണമാണ് മഹിളാ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ 6 വയസ്സുകാരിക്ക് നീതി വേണം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഒരു തരത്തിലും കാര്യക്ഷമമല്ല. ഇക്കാര്യത്തിൽ 6 വയസ്സുകാരിക്ക് നീതി കിട്ടണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. കനത്ത മഴയെയും അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ആദ്യം ഈ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയത്. ഈ പ്രവർത്തകർ ആദ്യം ഇവിടേക്ക് വരുമ്പോൾ കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയെയും അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിയത്. DGP ഓഫീസിന് ഏതാണ്ട് 200 മീറ്റർ അകലെ വെച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി ഈ പ്രതിഷേധം തടഞ്ഞെങ്കിലും പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി എന്നുള്ള പ്രതിഷേധമായിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. അല്പസമയത്തിനകം ഈ പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കും. ഏതായാലും നിരവധി വനിതാ പോലീസും മറ്റേ പുരുഷ പോലീസും ഒക്കെ ഇവിടെയുണ്ട്. മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ 2 മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെയും കന്റോൺമെന്റ് സ്റ്റേഷനിലെയും SHOമാർ അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ചയുടെ മാർച്ച് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ വീട്ടിലേക്കൊക്കെ കടന്നു കയറുന്ന സാഹചര്യമുണ്ടായി. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷയിലാണ് ഈ പ്രതിഷേധത്തിനെതിരെ പോലീസ് ബാരിക്കേഡടക്കം വെച്ച് പ്രതിഷേധം തീർത്തുകൊണ്ടായാലും ഇപ്പോൾ പ്രവർത്തകർ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരുങ്ങുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിലേറെയായിട്ട് ഈ പ്രവർത്തകർ ഇവിടെ ഈ പ്രതിഷേധവുമായിട്ട് നിൽക്കുകയാണ്. ഒരു തരത്തിലും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോഴും ഈ ബാരിക്കേഡിന് താഴെ നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാത്ത വളരെ സമാധാനപരമായിട്ട് പോലീസ് നിൽക്കുകയായിരുന്നു. പിന്നീട് പ്രവർത്തകർ 2ാം തവണയും ബാരിക്കേഡിന് മുകളിൽ കയറുകയും അതോടൊപ്പം തന്നെ ഈ ബാരിക്കേഡ് മറികടന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജബീൻ മേത്തർ MPയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 100 കണക്കിന് വരുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് വണ്ടിപ്പെരിയാർ വിഷയത്തിൽ നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGP ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. ഇപ്പോൾ പ്രവർത്തകർ ദേഹാസ്വാസത്തെ തുടർന്ന് ഒരു പ്രവർത്തകയെ ഇപ്പോൾ ഇവിടുന്ന് മാറ്റുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടിയാണ് ഒരു പ്രവർത്തകയ്ക്ക് ദേഹാസ്വാസം ഉണ്ടായത്. പ്രവർത്തകയെ ഇപ്പോൾ പോലീസിന്റെ വാഹനത്തിൽ തന്നെ ഇവിടുന്ന് മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ മറ്റ് പ്രവർത്തകർ ഇപ്പോഴും ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോഴും
ഇപ്പോഴും ബാരിക്കേഡിന് മുമ്പിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സമരം ശക്തമാക്കുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസും രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനുമെല്ലാം വണ്ടിപ്പെരിയാറിൽ പോയി കുട്ടിയുടെ വീട്ടിൽ പോയി അവിടുത്തെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മറ്റ് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നുമെല്ലാം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്കുമൊക്കെ പ്രതിഷേധ മാർച്ച് കണ്ടതാണ്. ഇപ്പോൾ അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും DGP ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരുങ്ങുകയാണ്. പലതവണ പോലീസ് ഈ പ്രവർത്തകരോട് പിന്തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞിട്ടും ഈ പ്രവർത്തകർ അതിന് കൂട്ടാക്കാത്തതോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തകരെ ഇവിടുന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരുങ്ങുന്നത്. ജെബി മേത്തർ MP ഇപ്പോൾ മറ്റ് പ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് ഈ പ്രവർത്തകർ ഇവിടുന്ന് മടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വണ്ടിപ്പെരിയാർ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ വീഴ്ചയാണ്. അതുകൊണ്ടാണ് പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ഓരോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ ഇപ്പോഴത്തെ ഈ പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ജയിലടയ്ക്കാൻ പറ്റും. അതുകൊണ്ട് CBI തന്നെ വന്ന് അന്വേഷിക്കണം, CBI ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യമാണ് മഹിളാ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറിലേക്ക് പിന്നിടുകയാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനം. ആദ്യഘട്ടത്തിൽ കനത്ത മഴയിലും ഈ പ്രതിഷേധം കൊണ്ടുവന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടുന്ന് പിരിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കും. എന്തായാലും ജെബി മേത്തർ MP മറ്റ് പ്രവർത്തകരോട് സംസാരിക്കുകയാണ്. ആദ്യം VM സുധീരനാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടേക്ക് എത്തിയത്. VM സുധീരൻ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ഇവിടുന്ന് മടങ്ങിപ്പോയതിനു ശേഷമാണ് ഈ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നത് മാത്രമല്ല, ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോകാനുള്ള ശ്രമമുണ്ടായി. പോലീസിന്റെ ഷീൽഡ് അടക്കം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു ഘട്ടത്തിൽ ഈ സമരം പോയിരുന്നു. ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിസിൽ കോഡടക്കം വലിച്ചു പൊട്ടിക്കുന്ന ഒരു സ്ഥിതിയും ഈ സമരത്തിന്റെ ഭാഗമായി, ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോകും. ജിൽസി.